എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന പപ്പടം ഞാൻ ഓരോന്നായിട്ട് പൊള്ളിച്ചെടുക്കുകയാണ്. അപ്പോൾ പപ്പടമൊക്കെ പൊള്ളിച്ച് വെച്ചതിന് ശേഷം ഉപ്പുമാവിനുള്ള കുറച്ച് ഉള്ളിയും പിന്നെ കറിവേപ്പിലയൊന്നുമില്ല, അതിന് പകരമായിട്ട് മുരിങ്ങയിലയാണ് ഇടുന്നത്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് കടുവൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേന് അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിലയ്ക്ക് പകരം എടുത്ത മുരിങ്ങ ഇലയും കൂടാണ് ഇടുന്നത്. ഇട്ട് അതൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് റവയിട്ട് അത് വെള്ളം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഉപ്പുമാവൊക്കെ റെഡിയായതിന് ശേഷം തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി കാശിക്കുട്ടന് കൊടുക്കാനുള്ള ചിക്കൻ കറി ഇപ്പോൾ ഉണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ അടുപ്പിലോട്ട് തന്നെ വീണ്ടും ചോറ് എടുത്ത് വെച്ചപ്പോൾ രാവിലെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി വെച്ചിട്ടാണ് ആ അടുപ്പിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാശിക്കുട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം സ്കൂളിലൊക്കെ പോയി. പിന്നെ കുറച്ച് നേരം മുറ്റത്തോട്ടൊക്കെ വന്ന് പച്ചക്കറിയൊക്കെ നമ്മുടെ മുളകൊക്കെ ഞാൻ മാറ്റി ഒരു ചെടിച്ചട്ടിക്കകത്താക്കി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ പിള്ളേർക്കുള്ള ചിക്കൻ്റെ കാലും 2-3 കരളുണ്ടായിരുന്നു, അതും കൂടി എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് രാവിലെ ഇവിടുത്തെ അയ്യത്തുനിന്ന് തന്നെ കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിച്ചാൻ പോയപ്പോഴത്തേനൊരു കാ ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് കായും പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചത് പഴുത്ത കായും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്ന് പിന്നെ മുരിങ്ങയിലയൊക്കെ വൃത്തിയായിട്ട് കഴുകി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. പിന്നെ അതിനിടാനുള്ള അരപ്പിന് കുറച്ച് തേങ്ങ എടുത്ത് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാന്താരിയും എല്ലാം കൂട്ട് അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ട് പൊട്ടിയപ്പോഴത്തേന് മുരിങ്ങയില അരിഞ്ഞു വെച്ചേക്കുന്ന മുരിങ്ങയില ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ഇത്തിരി നേരം ഇളക്കി അടച്ച് വെച്ചിട്ട് പിന്നെ അരപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചിക്കി തോത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അരപ്പൊക്കെ ഇട്ട് അതൊന്ന് കൂടി ഒന്ന് ഇളക്കി കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് അത് ഇറക്കി വയ്ക്കുന്നത്. പെട്ടെന്ന് തന്നെ വേവുമല്ല, ഇലയായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാനും കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ, ചെറിയ ഒരു വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ വൈകിട്ടത്തെ ഒരിത്തിരി കാശിക്കുട്ടൻ വരുമ്പോഴത്തേക്കുള്ള ഒരിച്ചിരി കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തോരനൊക്കെ വെച്ചതിന് ശേഷം ആ പിള്ളേരുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം വെന്ത മണം അടിച്ചപ്പോഴത്തേനും കോവൂട്ടൻ വന്നു കേട്ടാ. അപ്പോൾ അത് ആ ചിക്കൻ്റെ കാല് പിടിച്ചു എടുത്തുകൊണ്ട് പോവാൻ ഒരുങ്ങിയതാണ്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. പിന്നെ വൈകുന്നേരം കാശിക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് അവിൽ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാശിക്കുട്ടനൂടെ അവിലും പിന്നെ തേയിലവെള്ളം ഇട്ടിട്ടുണ്ട്, അതും കൂടെ കഴിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമേ.